ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. ഓക്കെ, കുറച്ച് ഡൗട്ടല്ല, മെയിനായിട്ട് ഡൗട്ടുകളിൽ വരുന്ന മെയിനായിട്ടുള്ള ഡൗട്ടാണിത്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡൗട്ടാണ്, പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്തേക്കാം. അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂള് എവിടെയാണ് കിട്ടുന്നത്, അതായത് ബ്രോക്കർ അക്കൗണ്ടിലാണോ കിട്ടുന്നത്, ഡിമാറ്റ് അക്കൗണ്ടിലാണോ കിട്ടുന്നത്, അത് രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ വേറെ എവിടെയാണ് ടൂൾ കിട്ടുന്നത്, ഈ ടൂളിനകത്തുനിന്ന് ഈ ടൂളിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ടൂളിനകത്ത് ഏതോ ഓട്ടോമേഷൻ ട്രേഡ് നടക്കുന്നുണ്ട്, സോ ടൂളിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ടൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഈ ട്രേഡിംഗ് പാനൽ കണ്ടോ, ഇവിടെ വന്നിട്ട് ഇതിൽ ഏത് ബ്രോക്കറാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഡൗട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ആക്ച്വലി നമ്മളുടെ ടൂള് കിട്ടുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. ഓക്കെ, വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. അപ്പോൾ ഈ ടൂള് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രൈവറ്റ് സെക്ഷനിലാണ് നമ്മളിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിത്ത് ലൈസൻസോട് കൂടി നമ്മൾ അവിടെ പബ്ലിഷ് ചെയ്തിട്ടേക്കുവാണ് ഈ സംഭവം. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ടൂള് നോർമലി സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ടീം നിങ്ങളോട് ട്രേഡിംഗ് വ്യൂവിൻ്റെ യൂസർ ഐ ഡി ചോദിക്കാറുണ്ട് അല്ലേ. ട്രേഡിംഗ് വ്യൂവിൻ്റെ യൂസർ ഐ ഡി ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ട്രേഡിംഗ് വ്യൂവിൻ്റെ യൂസർ ഐ ഡി തരുന്നു. ആ ട്രേഡിംഗ് വ്യൂവിൻ്റെ യൂസർ ഐ ഡിയിലേക്ക് നമ്മൾ ഇവിടുന്ന് ടൂളിനെ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളുടെ ഇൻഡിക്കേറ്റർ സെഷനിൽ ഒരു എന്താ വരുന്നത്, ഒരു ഇൻവൈറ്റ് ഒളി എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി വരും. ആ ഏരിയക്കകത്ത് നിങ്ങൾക്ക് ഈ ടൂളിൽ കാണാൻ സാധിക്കും. അത് ഞാൻ ഇതിലൊന്ന് കാണിക്കാം. ഇതുകൊണ്ട് ഇവിടെ നോക്കിയേ, ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ട് ഇൻവൈറ്റ് ഒളി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. നോർമലി നിങ്ങൾക്ക് ഇതിവിടെ കാണിക്കത്തില്ല. നിങ്ങൾ വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ടൂൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് ആയിരിക്കും ഇവിടെ നിന്ന്. ഓക്കെ, ഗ്രാൻഡഡ് ആയിട്ടുണ്ട്, എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾക്കൊരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരും. ട്രേഡിംഗ് വ്യൂവിൻ്റെ കമ്പനിയിൽ നിന്നൊരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ കൂടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൂള് നിങ്ങൾക്ക് ഇങ്ങനെ അവൈലബിൾ ആകും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ടൂള് നമ്മളുടെ ചാർട്ടിലേക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വേണം നമ്മൾ ടൂളിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അതിൻ്റെ വീഡിയോ വേറെയാണ്. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് അവരുടെ അടുത്ത ഡൗട്ട് കൂടെയും ക്ലിയർ ചെയ്തേക്കാം. രണ്ടാമത് ആൾക്കാർ ചോദിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എത്ര രൂപയാണ് ഇടേണ്ടത് ബൈസിൽ നടത്താൻ വേണ്ടി. ആക്ച്വലി അങ്ങനെയല്ല, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എവിടെയും ആയിക്കൊള്ളട്ടെ, അതായത് നിങ്ങളിപ്പം ഇന്ത്യൻ മാർക്കറ്റിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ് എവിടെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഓക്കെ, നമ്മൾ ഒരു കൺസേൺഡ് ബ്രോക്കറുടെ അക്കൗണ്ടിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെറോദയുണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പം ആ ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ടിലാണ് നിങ്ങളുടെ ക്യാഷ് ചെല്ലുന്നത്. അതായത് അതായിരിക്കും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിനെ ബൈയും സെല്ലും ചെയ്യുമ്പം ആ സ്റ്റോക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്ന ഒരു അലമാര പോലെയാണ് ഡിമാറ്റ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നിങ്ങൾ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അത് നിങ്ങളുടെ ബാങ്കുമായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഡിമാറ്റ് അക്കൗണ്ട്. പിന്നെ ഈ ടൂളിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നു, ഈ ടൂളിൽ നോക്കി നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, ടൂളിൽ നോക്കിയാണ് നമ്മൾ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ടൂളിൽ നോക്കിയാണ്. നമ്മൾ നോർമലി എന്ത് ചെയ്യും, ടൂളിൽ നോക്കി ഇവിടെ ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്, അപ്പം എന്താണ് അതിൻ്റെ റീസൺ നോക്കിയിട്ട് നമ്മൾ നേരെ ഇവിടെ സെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന എവിടെയാണ്, ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇവിടെ നിന്നാണ് സെല്ല് ചെയ്യേണ്ടത്. നേരെ നമ്മൾ നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് അവിടെയാണ് ആ സെല്ല് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി വന്നു. ഇവിടെ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം, 55,500 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം. നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ അറ്റ് ദ മണിയാണ് പുട്ട് ഓപ്ഷൻ. റൈറ്റ് സൈഡിൽ നോക്കിയേ, 55,500 എന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നേരെ സെറോദ ഓപ്പൺ ചെയ്ത് അവിടെ പുട്ട് ഓപ്ഷൻ 55,500 ആഡ് ചെയ്തിട്ട് നമുക്ക് നേരെ അവിടെയാണ് സാധാരണ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കൂടെ ചെയ്യാം. ഇവിടെ ബൈ സെല്ല് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട്
ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് നിങ്ങളുടെ ബ്രോക്കേഴ്സ് അക്കൗണ്ടിലേക്ക് നേരെ ട്രേഡ് പോകുന്ന കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, അത് ഒരു വേറെ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമുക്കത്. അതുപോലെ തന്നെ ഇവിടെ ഇതിന് ഈ താഴെ കാണുന്ന, അതായത് കണ്ടോ ട്രേഡിംഗ് പാനലിൽ നിങ്ങൾ ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ അക്കൗണ്ടിൻ്റെ ഒക്കെ പർപ്പസും സെയിം ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ഇൻഡിക്കേറ്ററിൽ വന്നിട്ടുള്ള എൻട്രീസിനെയും എക്സിറ്റിനെയും അതുപോലെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, ഇത് കണ്ട് ഇവിടെ ധൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലെയാണ്. അതുപോലെ ഫയേഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പല അക്കൗണ്ട്സ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോർമലി ഇതിനെ കണക്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. നിങ്ങൾ കുറച്ച് ദിവസം മാനുവലി ചെയ്ത് നിങ്ങൾക്ക് അതുമായിട്ടുള്ളൊരു കറക്റ്റ് പൾസ് വന്നു കഴിഞ്ഞിട്ട് മാത്രം അങ്ങനെ ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കറക്റ്റ് പ്രോപ്പർ രീതിയിൽ കണക്ട് ചെയ്യേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ഡൗട്ട് ഉള്ളതാണ് ഈ ടൂള് ഓട്ടോമേഷൻ അല്ലെങ്കിൽ അൽഗോ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഓഫ് കോഴ്സ് ഇത് അൽഗോ ട്രേഡിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതായത് ഇപ്പം ഈ നിമിഷത്തിൽ ഈ ടൂളിനകത്ത് നമുക്ക് അൽഗോ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡിൽ വരുന്ന ഔട്ട്കം അനുസരിച്ചാണ്. ഓക്കെ, ഇതിൽ വരുന്ന ബൈ സെല്ല് റെക്കമെൻഡേഷൻ ആണ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഈ ഒരു ടൂളിനെ നമുക്ക് അൽഗോ ആക്കാൻ വേണ്ടി സിഗ്നൽ വെളിയിലേക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, അലേർട്ടിൻ്റെ സിമ്പിൾ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൂളിൻ്റെ ഈ ലാസ്റ്റ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ 3 ഡോട്ട് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് അലേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സിമ്പിൾ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണല്ലോ കിടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഏത് കണ്ടീഷനാണ് നമ്മളുടെ ടൂളിൻ്റെ കണ്ടീഷനാണ്, ടൂളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ 4 അലേർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനകത്ത്. അതായത് ബൈ റെക്കമെൻഡേഷൻ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിൽ മെസ്സേജ് വരും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഏതെങ്കിലും ബ്രോക്കറായിട്ട് കണക്റ്റ് ആക്കിയിട്ടേക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൽഗോ ട്രേഡിംഗ് അവിടെ നടക്കും. ഓക്കെ, അതുപോലെ തന്നെ സെൽ റെക്കമെൻഡേഷൻ വരുവാണെങ്കിലും സെയിം അത് തന്നെ നടക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫേവറിൽ 5% പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് ഓട്ടോമാറ്റിക്കലി ബുക്ക് ആകാനുള്ള അലേർട്ട് വരും. അലേർട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അൽഗോ വർക്കാവും. അവിടെ നമുക്ക് അങ്ങനെയും വർക്കൗട്ട് ചെയ്യിക്കാം. അതുപോലെ തന്നെ സെയിം സെൽ സൈഡിൽ 5% പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനുള്ള സംഭവം ഇതിനകത്തുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഈ ഡാഷ്ബോർഡ് അനുസരിച്ചുള്ള സിഗ്നൽസിനെ നമുക്ക് വെളിയിലേക്ക് എടുത്ത് ഒരു തേർഡ് പാർട്ടി അൽഗോ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മൾ ഒരു പുതിയ അപ്ഡേഷൻസ് കൂടി കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇത് അൽഗോ ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ആ ഒരു അപ്ഡേഷനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതിനകത്ത് വന്നിട്ടുള്ള ഈ എൻട്രി മോഡ്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന എൻട്രി മോഡ്സ് എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് അൽഗോനെ മാനേജ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഞാൻ അലേർട്ടുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അലേർട്ട് നമുക്ക് വെളിയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നേരിട്ട് അലേർട്ട് നമുക്ക് അൽഗോയ്ക്ക് ട്രിഗർ ചെയ്യിക്കാൻ പറ്റും. സംഭവം മനസ്സിലായോ? ഓക്കെ, MTL വന്ന് ടച്ച് ചെയ്ത ഉടനെ ഓട്ടോമാറ്റിക്കലി പുട്ട് സൈഡിൽ എൻട്രി എടുക്കുന്ന രീതി, അങ്ങനത്തെ രീതിയിലുള്ള അലേർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. MTL ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മെസ്സേജ് വരും. അതുപോലെ തന്നെ മെയിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് അതിനെ ഓട്ടോമേഷൻ ട്രേഡ് ആക്കി മാറ്റണം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സെറോദയിലോ അല്ലെങ്കിൽ ധന്നിലോ എവിടെ വേണമെങ്കിലും പുട്ട് ഓപ്ഷൻ ആ സമയത്ത് എടുക്കണം. അതും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഈ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ ടൂളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റായിട്ട്. ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മാനുവലി നമ്മളുടെ ബ്രോക്കർ അക്കൗണ്ടിൽ പോയിട്ട് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുകയും ചെയ്യാം. കണക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ആദ്യം ഒരു 1 month സമയം നിങ്ങൾ ഈ ടൂളിനെ ഒന്ന് പഠിക്കാൻ വേണ്ടി എടുക്കുക. ഓക്കെ, പിന്നെന്താണ്, പിന്നെ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്. ഈ യെല്ലോ ക്യാൻഡിൽ വരുന്നില്ല കുറേ പേർക്ക്, അല്ലെങ്കിൽ ബ്ലൂ ക്യാൻഡിൽസ് വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വേറെ തെറ്റൊന്നുമല്ല. നിങ്ങളിപ്പം ഇവിടെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻഡിൽസ് ഒക്കെ മാനേജ് ചെയ്തതിലുള്ള ചെറിയൊരു ഇതായിരിക്കും. ഓക്കെ, അപ്പം എന്താണെങ്കിൽ ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വീഡിയോയിൽ കാണാം. ബൈ.